കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം ഈ മാധ്യമത്തിലൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ലോകത്താകമാനം പ്രത്യേക അവസ്ഥയിലൂടെ ദിവസങ്ങളിൽ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യാനും കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിക്കാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ അമൂല്യമായി കണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ദൈവവചന ചിന്തയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം തനകളെ വണക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, അല്പനിമിഷങ്ങൾ ഈ തിരുവെഴുത്തുകളെ കർത്താവെ അടിയൻ അവിടുന്ന് ഈ ദൃശ്യമാധ്യമത്തിലൂടെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ആരൊക്കെ കാണുമെന്നോ എന്നൊന്നും അടിയൻ അറിയത്തില്ലെങ്കിലും അവിടുത്തെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം തയ്യാർ ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിൽ അയച്ചു വിടുകയാണ്. ഇത് കാണുന്നവർക്ക്, ഇത് ശ്രവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിനൊരു വലിയ വിടുതലാക്കി മാറ്റണമേ. ബുദ്ധിയിൽ നിന്നല്ല, ആത്മാവിൽ നിന്ന് സംസാരിപ്പാൻ അവിടുന്ന് ഇടവരുത്തും. ഹൃദയങ്ങളെ അതിനായി കർത്താവ് ഒരുക്കും. ഈ ശുശ്രൂഷയോട് പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണ്, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായിരുന്നു. അതിലുപരി കർത്താവിൻ്റെ ശിഷ്യനായി പിൽക്കാലത്ത് അറിയപ്പെട്ട അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. എന്നാൽ ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ താൻ തന്നെ പരിചയപ്പെടുത്തുന്നത് കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടിമ, രക്തബന്ധത്തിലുള്ള ഒരു പരിചയപ്പെടുത്തലുകളും ഈ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ദൈവത്തിൻ്റെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ യേശു ദൈവമാണോ, അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച് ഒരുപാട് തർക്ക വിതർക്കങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന് ജഡപ്രകാരം യേശുക്രിസ്തുവിനോട് ബന്ധമുള്ള, അല്ലെങ്കിൽ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച യേശുവിൻ്റെ മാതാവായ അമ്മ യുടെ മകനായി ജനിച്ച യേശുവിന് ഒരു ശാരീരിക ബന്ധമുണ്ട്, രക്തബന്ധം ഉണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ഈ ലോകപ്രകാരം ഒരമ്മയുടെ മക്കളെന്ന് പറയുവാൻ സാധ്യതയുള്ള, അതിന് അവകാശമുള്ള യാക്കോബ് പറയുവാണ്, ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. യേശുക്രിസ്തുവിൻ്റെ പേര് ദൈവത്തിൻ്റെ പേരോട് കൂടെ ചേർത്ത് പറയുവാൻ ഇവിടെ യാക്കോബ് ശ്രമിക്കുകയാണ്. ഈക്വലായിട്ട് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ലേഖനം എഴുതുന്ന കാലം ചിന്തിക്കണം. യഹൂദന്മാർ അവരുടെ ഇടയിൽ യേശുവിനെ ഒരു യഹൂദനായി പോലും അംഗീകരിപ്പാൻ യഹൂദന്മാർ മടിക്കുന്ന കാലം. അപ്പോൾ ഒരു യാക്കോബ് അപ്പോസ്തലൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ സഹോദരനായ യാക്കോബ്, യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശുവിൽ വിശ്വസിച്ചിരുന്നോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ യേശു മരിച്ചതിന് ശേഷം പിൽക്കാലത്ത് കർത്താവിലൂടെയുള്ള ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ച് കർത്താവ് ആരെന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം കൂടപ്പുറപ്പായി
ജനിച്ച യേശുവിന്റെ മഹത്വം, ആത്മീയ മഹത്വം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് യാക്കോബ്. അപ്പൊ യാക്കോബ് ശാരീരികമായിട്ടുള്ള ഒരു ബന്ധം അവിടെ പറയാതെ, അല്ലെങ്കിൽ സ്വന്തം സഹോദരനെന്നോ ഒരു യഹൂദ റബിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ലോകപ്രകാരമുള്ളൊരു പൊസിഷനോ പദവിയോടോ യേശുവിനെ ഉപമിക്കാതെ ദൈവത്തോട് സമമുള്ള, ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ്, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും, പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവമായ കർത്താവ്, ആ കർത്താവിന്റെ ദാസൻ. എനിക്ക് ഭൂമിയിലുള്ള ബന്ധം വെച്ച് എൻ്റെ സഹോദരൻ്റെ ദാസനായ, അല്ലെങ്കിൽ എൻ്റെ സഹോദരനായ യേശുവിൻ്റെ യേശുവിൻ്റെ സഹോദരനായി ഞാൻ എഴുതുന്നത് അങ്ങനെ എഴുതാതെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസൻ എന്ന് പറയാൻ ഇവിടെ യാക്കോബ് തയ്യാറാകുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നാം ഈ വിഷയമല്ല ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നാം ഇന്ന് അല്പസമയം ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യതയും ഈ പ്രത്യേക കാലത്ത് നാം ജീവിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥന, പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ എന്നുള്ള നിലയിൽ യാക്കോബ് അപ്പോസ്തലനിൽ നിന്നും നമുക്ക് നൽകിയിട്ടുള്ള ദൈവവചനങ്ങളിലൂടെയുള്ള ഒരു ചിന്തയാണ് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിനെ പറ്റി ചരിത്രം പറയുന്നത് യാക്കോബ് നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥിച്ച് 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 ഒട്ടകങ്ങളുടെ കാലിലുള്ള തഴമ്പ് പോലെ യാക്കോബിന്റെ മുട്ടുകളിൽ നല്ല തഴമ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. യാക്കോബ് ഒരു പ്രാർത്ഥന മനുഷ്യനാണെന്നാണ് ആമേൻ നമുക്ക് സഭാരേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ 5:13 വാക്യത്തില് ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ സഭയെ പ്രബോധിപ്പിച്ചുകൊണ്ട്, വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ എഴുതുകയാണ്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോ നിങ്ങളിൽ, ആരിൽ? വിശ്വാസികളിൽ, കർത്താവിനെ പിൻപറ്റുന്നവരിൽ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരില്. ഇപ്പൊ നമുക്കറിയാം, അക്കാലത്ത് ക്രിസ്ത്യൻ സഭ, ക്രൈസ്തവ സഭ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. കഠിനമായ ഒത്തിരി ശോധനയിലൂടെ സഭ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഈ യേശുവിന്റെ സഹോദരനായ യാക്കോബിന്റെ ഒക്കെ കാലം. ക്രൈസ്തവരായിട്ടുള്ളവരെ ലോക ജനത അംഗീകരിക്കാത്തൊരു കാലം. അവരെ വനാമേഖലകളിലോട്ടും അവരെ കൊടും യാതനകൾക്ക് വിധേയമാക്കിക്കൊണ്ടുള്ള ഭരണാധികാരികൾ ജീവിച്ചിരുന്ന ഒരു കാലം. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ദൈവമക്കളോടാണ് അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അതേ, എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ട സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ ഒരു ആത്മീയ ദിനചര്യത്തെ പ്രാർത്ഥന. പലരും കഷ്ടത വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോകാറുണ്ട്, മറ്റു പല വഴികളും തേടാറുണ്ട്. ഇവിടെ എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനികളായിട്ടുള്ള അനേക ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തത്വങ്ങൾ പഠിച്ചിട്ടുള്ള ജ്ഞാനികൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്. മനുഷ്യന്റെ കലുഷിതമായ മനസ്സിൽ അവന് സമാധാനം നഷ്ടപ്പെടുമ്പോൾ, ശാരീരികമായി മാനസികമായിട്ടൊക്കെ മനുഷ്യൻ തകരുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് അവരുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നിലനിർത്തുന്ന ഒരു നല്ലൊരു ഔഷധമാണ് പ്രാർത്ഥനയെന്ന് ഈ ലോകത്തിന്റെ തത്വചിന്തകന്മാര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കഷ്ടം അനുഭവിക്കുന്നവൻ, അപ്പോ ഇവിടെ യാക്കോബ് പറയുവാണ്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ
പ്രാർത്ഥിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായിരുന്ന, കർത്താവിനോടുകൂടെ ഒരുമിച്ച് വളരുവാൻ ഭാഗ്യം ലഭിച്ച കർത്തൃസഭയുടെ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായിരുന്ന യാക്കോബ് ദൈവസഭയെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഇന്ന് ഒത്തിരി പഠിപ്പീരുകളുണ്ട്. ദൈവസഭയിൽ വന്നാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായാൽ, അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ ഒരു കഷ്ടം ഉണ്ടാകത്തില്ല, ഒരു ദുഃഖം ഉണ്ടാകത്തില്ല, നിങ്ങൾക്കെപ്പോഴും നന്മയായിരിക്കും, നിങ്ങൾക്കെപ്പോഴും വലിയ ഉയർച്ചകളായിരിക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്നവർക്ക് ഈ ദൈവത്തിൻ്റെ വചനം അവരോടൊരു ചോദ്യചിഹ്നം അത്രേ. യാക്കോബ് എഴുതി വച്ചിരിക്കുന്ന, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഇടയിൽ കഷ്ടം അനുഭവിക്കുന്നവർ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ സഹവിശ്വാസികൾ കഷ്ടം അനുഭവിക്കുന്നവരാണോ എന്ന് മനസ്സിലാക്കാൻ ഉള്ള ബാധ്യസ്ഥത കൂട്ടായ്മയിൽ ഓരോ ദൈവവൈതന്യമുണ്ട്. നിങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ കഷ്ടമനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ, കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ കഷ്ടമനുഭവിക്കുന്നവർക്ക് അവർക്ക് എന്തോ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും അതൊക്കെയും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിന് മാത്രമേ അവർക്ക് കാരണമാകത്തുള്ളൂ. അതുകൊണ്ട് അവരോട് നിലനിൽക്കുന്ന ഒരു ആശ്വാസം അവരുടെ ഉള്ളിൽ പ്രാപിപ്പാൻ, നിലനിൽക്കുന്ന ദൈവകൃപ അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുവാണ്, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. കഷ്ടവും സുഖവും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഒരുമിച്ചുള്ള യാത്രയുടെ, നമ്മുടെ ഇഹലോക യാത്രയിൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് അനുഭവങ്ങളാണ് കഷ്ടതയും സുഖവും. അപ്പോൾ കഷ്ടത മാത്രം കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. കഷ്ടതയ്ക്കപ്പുറം ഒരു നിത്യതയുടെ സൗഭാഗ്യങ്ങളെ ഒരു ദൈവമക്കൾ അനുഭവിക്കണം. സുഖം അനുഭവിക്കുന്നവർ, ദൈവം നമുക്ക് നമ്മുടെ ഇഹലോക ജീവിതയാത്രയിൽ കർത്താവ് ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ നാം കർത്താവിനെ ആരാധിക്കുന്നവരായി തീരണം. സുഖം അനുഭവിക്കുന്നവനും അവൻ ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല, പാട്ടുപാടട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി ദൈവമക്കൾ നമ്മുടെ നടുവിലുണ്ട്. ഒരു കാലത്ത് കഷ്ടതയിൽ പ്രാർത്ഥിച്ച അനേക പ്രിയപ്പെട്ടവർ ഇന്ന് അവരുടെ ജീവിതം ഒരു സുഖകാലത്തായിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖകാലാവസ്ഥയിൽ നിങ്ങൾ ദൈവത്തെ പാടാൻ മറന്നു പോകരുത്. ഒരു കാലം നിങ്ങളുടെ പൂർവികർക്കുണ്ടായിരുന്നു. അവർ കഷ്ടതകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു കാലം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ കാലമാണ് ഇന്നത്തെ സുഖകരമായ അവസ്ഥകളിൽ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ സുഖകരമായ അവസ്ഥയിൽ ഈ ലോക ഇൻപങ്ങളിൽ മുഴുകിച്ചേരാനല്ല ദൈവമക്കളോട് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി ഈ ദിവസങ്ങൾ കാണപ്പെടണമെന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുക. 14-ാം വാക്യം, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ഇത് പ്രാർത്ഥനയുടെ അടുത്തൊരു അനുഭവം, അടുത്തൊരു നിലവാരത്തെ കുറിച്ചാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ ഒരുവൻ ദീനമായി കിടക്കുന്നു, അവനോട് പറയുന്നു സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഒരുവൻ ദീനമായി കിടന്നാൽ അവന് പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഒരു വ്യക്തി. അപ്പോൾ ഒരുവൻ നിത്യരോഗിയായി തീർന്നാൽ, പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ദൈവസഭയിലെ ഒരു വിശ്വാസി ഒരു അംഗമായി തീർന്നാൽ, ആ ദൈവസഭയിലെ അധ്യക്ഷന്, മൂപ്പന് അല്ലെങ്കിൽ പാസ്റ്റർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അവരൊരുമിച്ച് ആ പ്രിയപ്പെട്ടവനെ, ആ ദീനക്കാരനെ സന്ദർശിക്കണം.
ഇതൊരു വികലമായ വ്യാഖ്യാനം കൊടുത്തതിനെ ചിന്തിക്കുന്നവരുണ്ട്. ഇത് അന്ത്യ കൂദാശ എന്നൊക്കെ പറഞ്ഞ് ഈ വചനത്തെ, ഇതൊരു അന്ത്യ കൂദാശയെ പറ്റിയല്ല യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. ഒരു ദൈവസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ഒരു ശുശ്രൂഷകന് ഉത്തരവാദിത്വമുണ്ട്. സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവൻ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ കർത്തൃ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന അപ്പോസ്തലന്മാർ, തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാവരും നല്ല കൃപയും ആത്മാവും വചനത്തിൽ നല്ല തിറവുമുള്ളവരെയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാർ കൈവച്ച് വേർതിരിച്ചത്. ഇവിടെ എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, സഭയിലെ അക്കാലത്തുള്ള ഒരു സഭയിലെ മൂപ്പൻ രോഗിയായി കിടക്കുന്ന, ദീനം ബാധിച്ചു കിടക്കുന്ന ഒരു സഭാവിശ്വാസിയുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ അക്ഷരീകമായ എണ്ണയുടെ ആവശ്യം വരുന്നില്ല. കാരണം ആത്മനിറവിൽ ആ മൂപ്പന്മാർ ഒരുമിച്ച് ആ ദീനക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവന് വിടുതൽ കർത്താവ് കൊടുക്കും എന്ന അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രാർത്ഥന അനുഭവമുള്ള യാക്കോബ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്നിങ്ങനെയുള്ള ബന്ധങ്ങൾ ദൈവസഭയ്ക്കകത്ത് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് നമ്മുടെ ഫോൺ വിളികൾ കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബന്ധങ്ങൾ. ഇന്ന് അത്രത്തോളം ഉള്ള ഇടയനുമായിട്ടുള്ള അങ്ങനെയുള്ള ബന്ധങ്ങൾ ദൈവമക്കൾക്ക് കുറവാണ്. അതിന് പല പല കാര്യങ്ങളുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് പല പല മാറ്റങ്ങൾ, പല പല ന്യൂനതകൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള അടുപ്പങ്ങൾ കുറയുന്നു. പക്ഷേ ആദിമസഭയിൽ നിലനിന്നൊരു മാതൃകയായിരുന്നു മൂപ്പന്മാർ, സഭയിലെ മൂപ്പന്മാർ വന്ന് അവര് ഈ ദീനക്കാരന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവ് ഈ ഇങ്ങനെയുള്ള രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മ നിറവിനാൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വിടുതലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. അപ്പോൾ നാം ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ കാലത്ത് ഒരു മൂപ്പൻ അല്ലെങ്കിൽ സഭയെ നടത്തുന്നവർക്ക് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതും വളരെ ആവശ്യമായൊരു ഘടകമാണ്. നാം ഒരു ദൈവസഭയുടെ ഈ ലോക ജീവിതത്തിൽ നാം ഒരു ദൈവസഭയുടെ അംഗമായിരിക്കുക എന്നുള്ളതും, ഒരു സഭയുടെ അംഗമായിരിക്കുക എന്നുള്ളതും നമുക്ക് ആവശ്യമായ ഒരു സംഗതിയാണ്. കാരണം ഇതുപോലുള്ള ദീന സമയങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ചിലരുണ്ടാകും. നാം ഒരു ദൈവസഭയുടെ നേതൃത്വത്തിൽ, ഒരു ദൈവസഭയുടെ അംഗമായി നിന്നാൽ. പലരും പല പഠിക്കുകയും കൊണ്ട് ദൈവസഭയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, കൂട്ടായ്മയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊക്കെ ഭവനത്തിൽ ചെയ്താൽ മതിയല്ലോ. അതല്ല ദൈവ വ്യവസ്ഥ. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്, നീ ക്ഷീണിച്ചാൽ, നീയൊന്ന് ദീനക്കാരനായി തീർന്നാൽ, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ, നിനക്ക് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്ന ഇടയന്മാർ, മൂപ്പന്മാർ വേണം. അതുകൊണ്ട് നാം ദൈവസഭയുടെ അംഗങ്ങളായി തുടരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ അനുഭവം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ദൈവമക്കളായിട്ടുള്ളവർ ചിന്തിക്കേണ്ടത്, നമുക്ക് നല്ല മൂപ്പന്മാർ, നല്ല അധ്യക്ഷന്മാരുള്ള സഭയുടെ അംഗങ്ങളായിരിക്കണം. അവിടെ ഇവിടെയും ചാടി നടക്കാറില്ല. അവിടെ ഇവിടെയും ചാടി നടക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. ഒരു സഭയിൽ പോകും, പിന്നെ അവിടുത്തെ ഒരു കുറ്റവും കുറവും കണ്ടുപിടിച്ച് പിന്നെ അടുത്ത സഭയിലേക്ക് മാറി, പിന്നെ അടുത്ത സഭയിലേക്ക് മാറി, ഇങ്ങനെ സ്ഥിരതയില്ലാതെ പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മളുമായിട്ട് അനേകരെ അവരുടെ വീടുകളിൽ പ്രാർത്ഥന വയ്ക്കുന്നത്, അവരുമായിട്ട് ബന്ധമില്ലാത്ത അനേകരെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്കൊരു വിഷയമുണ്ടാകുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധമുള്ള നിങ്ങളുടെ സഭാ ശുശ്രൂഷകൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റൊരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്മേൽ വിടുതൽ ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയുടെ ലംഘനമാണ്. നിങ്ങൾക്കൊരു വിഷയമുണ്ടായാൽ നിങ്ങൾ സഭാ ശുശ്രൂഷകനെ, സഭയിലെ മൂപ്പനെ ഒളിപ്പിക്കേണ്ട കാര്യമില്ല. മൂപ്പന്മാരെ വരുത്തുക, അവരഭിഷേകത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. ആ ദീനക്കാരൻ എന്തുണ്ടാകും? വിടുതലുണ്ട്. അത് പ്രാർത്ഥനയുടെ മറ്റൊരു അനുഭവം. അതായത് നാം ക്ഷീണിക്കുമ്പോൾ,
സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഭയുടെ ഒരു പ്രാർത്ഥന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു അനുഭവം, സഭാതലത്തിലുള്ള ഒരു പ്രാർത്ഥന ഒരു വ്യക്തിയെ വിടുവിക്കുന്ന. പ്രൈസ് ഗോഡ്. മുകളിൽ നമ്മൾ 13 വായിച്ചത് പേഴ്സണൽ ആയിട്ടുള്ള കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കണം എന്നുള്ളതും, ഇവിടെ ഒരു വ്യക്തി സഭയ്ക്കകത്ത് ക്ഷീണിതമായി പോയാൽ ആ സഭയിലെ മൂപ്പൻ വരുത്തി സഭയുടെ റെപ്രസെന്റേറ്റീവ് 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയുടെ മാനദണ്ഡം എന്താണ്? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം വാക്കുകളുടെ ക്വാളിറ്റി അല്ല നോക്കുന്നത്, അല്ലെങ്കിൽ സ്ഫുടതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നല്ല ദൈവം നോക്കുന്നത്. വാക്ചാതുര്യത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, എത്ര മണിക്കൂർ നാം പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യമോ വാക്കുകളോ അന്യഭാഷയോ ഒന്നും അല്ല നോക്കുന്നത്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഇപ്പൊ സഭയിലെ മൂപ്പന്മാരായിരുന്നാലും ഇൻഡിവിജ്വൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസം വ്യാപരിക്കണം. അങ്ങനെ വിശ്വാസം വ്യാപരിക്കുന്ന പ്രാർത്ഥനയിൽ എന്തോ ഉണ്ടാകും? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഏത് ദീനമാകാം. പ്രൈസ് ഗോഡ്. ഈ രോഗകാലത്ത്, ഈ ദുരിതകാലത്ത്, ഈ കഷ്ടതയുടെ കാലത്ത് സഭയ്ക്കകത്ത് ഉയരേണ്ടത് പ്രസംഗങ്ങളും പാട്ടുകളുമല്ല. പ്രൈസ് ഗോഡ്. ഇന്ന് ഒത്തിരി പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യമാധ്യമത്തിലൂടെയും അനേകരിങ്ങനെ സ്ക്രീനിൽ വന്നിരുന്ന് ഒത്തിരി സമയം പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം നല്ലത് തന്നെ. എന്നാൽ നമ്മുടെ പ്രസംഗത്തിന്റെ പിൻപിൽ നമുക്കൊരു വലിയ പ്രാർത്ഥനാ ജീവിതം ഈ ദിവസങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭാ മൂപ്പന്മാരോട് പറയുന്നത്, നിങ്ങൾ അവിടെ രോഗിയായിരിക്കുന്നവരെ ചെന്ന് കണ്ട് എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്നത്തെ ദൈവസഭയിലുള്ള ആമേൻ ഓരോ ദൈവമക്കൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നാം പ്രാർത്ഥനയുടെ ഭാഗമായി തീരുക. പ്രൈസ് ഗോഡ്. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടു കൂടി കിട്ടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കൺഫേം ആയിട്ട് പറയുക, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പൂശുന്ന എണ്ണയുടെ കഴിവൊന്നുമല്ല. പ്രൈസ്. പലരും അതിനെ ഒരു വലിയ ബിസിനസ് ആക്കി തീർക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് തുണി കൊണ്ടുപോവുക, ലേസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ബോട്ടിലിൽ വെള്ളം കൊടുക്കുക. പ്രൈസ്. അതിനെ ഒരു കച്ചവടമാക്കുന്ന അനേകർ ഇക്കാലത്തുണ്ട്. ഒരു മാധ്യമം അങ്ങനെ ഒന്നും ചെയ്യാനില്ല ഇവിടെ പറയുന്നത്. അതൊക്കെ അതെന്തുമായിരുന്നാലും ഒരു മെറ്റീരിയലിലൊന്നും ദൈവപ്രവൃത്തി നടക്കുന്നില്ല. ഇവിടെ പറയുന്നത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ എന്തുവയും അത് ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുമെന്ന് പറയാം. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിന്റെ കുടുംബത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് പിടിച്ചിരിക്കുന്ന ദീനത്തിൽ നിന്ന് ആ ദീനം, ആ രോഗം അല്ലെങ്കിൽ ആ ദുരിതത്തിൽ നീ തളർന്നു പോകുവാൻ എന്നേക്കുമായി നാമാവശേഷമായി തീരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണ്ടി ചിലർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, ചില മൂപ്പന്മാർ വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, പ്രൈസ് ഗോഡ്, പിന്നെ വിശ്വാസത്തോടു കൂടെ ചിലർ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഏത് ദീനക്കാരനെയും കർത്താവ് എന്തോ ചെയ്യും? അവനെ വിടുവിക്കും, രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ഗോഡ്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ വിടുതലുകൾ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. ഏതെങ്കിലും അത്ഭുതങ്ങൾ നടക്കുന്നത് ഏതെങ്കിലും കൺവെൻഷൻ സ്റ്റേജുകളിൽ മാത്രമല്ല. നമ്മളൊക്കെ അത്ഭുതങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അത്ഭുതങ്ങളെ അനുഭവിക്കുന്നത് പലപ്പോഴും ആമേൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ഒരു കൺവെൻഷൻ വേദിയിൽ അല്ലെങ്കിൽ ഒരു സഭയുടെ പുൾപിറ്റിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്നതോ അല്ലെങ്കിൽ ഒക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ ആമേൻ സഭാ മൂപ്പന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്ന ഒരു ശുശ്രൂഷയും ദൈവസഭയ്ക്കകത്തുണ്ട്. പ്രൈസ് ഗോഡ്. ഇത് പലർക്കും അറിയത്തില്ല. നമ്മളൊക്കെയും പൊതുവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയും ലോകത്തുനിന്ന് പൊതുവിൽ കിട്ടുന്ന അറിവാണ്. എന്നാൽ ദൈവസഭയ്ക്കുള്ളിലും ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സംവിധാനത്തെ ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുവാണ്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോ അങ്ങനെ
ഒരുവന് വേണ്ടി ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന, മധ്യസ്ഥത വഹിച്ചുള്ള പ്രാർത്ഥന. അപ്പൊ സഭയ്ക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. കാരണം രോഗങ്ങൾ പല രീതിയിലുണ്ടാകും. പ്രകൃതിയുടെ നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങളെ ലംഘിക്കുമ്പോൾ മനുഷ്യൻ രോഗിയായി തീരുന്നു. അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള ആക്രമണങ്ങളാൽ മനുഷ്യൻ രോഗിയായി തീരുന്നു. പാപ ജീവിതം നയിച്ചാൽ മനുഷ്യൻ രോഗിയായി തീരുന്നു. അപ്പോ ഇങ്ങനെ വിവിധ നിലകളിൽ രോഗം മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, അവന്റെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് ക്ഷമിക്കും. കർത്താവ് അവനോട് ക്ഷമിക്കും. ഇപ്പൊ ദൈവക്ഷമ അധികമായി പ്രാപിച്ചെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആർജവം നാം കൂട്ടേണ്ടത് ആവശ്യമത്രേ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. 16-ാം വാക്യത്തിൽ പ്രാർത്ഥനയുടെ മറ്റൊരു വശം, മറ്റൊരു തലത്തെക്കുറിച്ച് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. ആദ്യം താൻ വെളിപ്പെടുത്തി ഇൻഡിവിജ്വലായിട്ട് പ്രാർത്ഥിക്കുന്നത്, അടുത്ത സഭയ്ക്കകത്ത് തന്നെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥത അണച്ചുള്ള പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ യാക്കോബ് വെളിപ്പെടുത്തി. മൂന്നാമത് താൻ പറയുവാണ് തമ്മിൽ തമ്മിൽ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. നാം നമ്മുടെ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. പ്രൈസ് ഗോഡ്. എങ്ങനെയാണത് പ്രാർത്ഥിക്കേണ്ടത്? തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഈ വചനത്തെ അനേകർ വികലമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഈ വചനം ഇത് കുംഭസാരമാണെന്നും എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ചിത്രീകരിക്കും. എന്നാൽ അങ്ങനെ ഒരു വികലമായ വ്യാഖ്യാനമല്ല ഇവിടെ കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അപ്പൊ ജീവിതത്തില് രോഗം എപ്പോഴും ഉണ്ടാകുന്നത്, ചില രോഗങ്ങൾ പാപകാരണത്താലാണ് ചില രോഗങ്ങൾ അധികരിക്കുന്നത്. അപ്പൊ പാപത്താൽ രോഗമുണ്ടാകുന്നു. അങ്ങനെയുള്ള പാപത്താലുള്ള രോഗം, അത് ചിലപ്പോൾ മാനസികമായ രോഗമായിരിക്കാം, ശാരീരികമായ രോഗമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ ബാധിക്കുന്ന രോഗം എന്ന് പറയുമ്പം നാം ചിന്തിക്കരുത് വെറും ശരീരത്തിനുണ്ടാകുന്നത് മാത്രമല്ല. അപ്പോൾ നമുക്കറിയാം ദൈവസഭകളിലൊക്കെ തമ്മിൽ വിശ്വാസികൾ വഴക്കുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുമ്പോൾ അതൊക്കെ ഒരു ഡിസീസാണ്, അതൊക്കെ രോഗമാണ്. അത് ആ സഭയുടെ സമാധാനത്തിനും ഐക്യതയ്ക്കും വളർച്ചയ്ക്കുമൊക്കെ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ആ വലിയ ഇടർച്ചകൾ അതിന് കാരണമായി തീരുകയാണ്. ഒരു കുടുംബത്തിനകത്ത് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടർച്ചകൾ ഉണ്ടാക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അത് പാപകാരണമായി തീരുന്നു. അതൊരു ഡിസീസ് പോലെ അത് ഓരോ ദിവസവും ഒരു രോഗം, മാനസികമായിട്ട് രോഗമായി തീരുന്നു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് മടുപ്പും അസ്വസ്ഥതകളും ഒരു രോഗമായി തീരുമ്പോൾ അങ്ങനെയുള്ളവരെന്തോ ചെയ്യണം? തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ്, ആ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. തമ്മിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ചെയ്യും? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇവിടെ പറയുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ തിരുത്തലുകൾ ആവശ്യമാണ്. പലപ്പോഴും നാം അങ്ങനെ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ ദൈവവചനം വെച്ച് നമ്മുടെ പ്രാർത്ഥനയെ അളന്ന് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശരിയാണോ എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. ഒത്തിരി പ്രാർത്ഥനക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന ദൈവവചന അനുസരണമാണോ എന്ന് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് നമ്മുടെ പ്രാർത്ഥനകളിൽ വചനപ്രകാരമുള്ള തിരുത്തലുകൾ കൊണ്ടുവന്നാൽ വലിയ വിടുതലുകൾ ഈ ദിവസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ദൈവസഭകളിലുള്ള അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ക്രമവും ഒരു ചിട്ടയും ഒരു തിരുത്തലും ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞു കൊടുക്കുകയാണ്. യാക്കോബ് പറയുന്നു, എന്തു ചെയ്യണം?
പാപം വെച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. തമ്മിൽ തമ്മിൽ ഭിന്നിച്ചിരുന്നു കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചുകൊണ്ടല്ല, നിരപ്പ് പ്രാപിച്ച് നിരപ്പിന്റെ അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ചെയ്യും? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ അശ്രദ്ധമായി നാം പ്രാർത്ഥിക്കുന്നു. ചിലരോടൊരു വിഷയം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കാടുകയറി പ്രാർത്ഥിക്കും, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനു വേണ്ടിയാണ് അടിയന്തരമായി പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത്, അടിയന്തര പ്രാധാന്യ വിഷയങ്ങൾ ജീവിതത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള നാം പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാതെ പോകുക. എന്നാൽ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന ജീവിതമേ, ദിവസങ്ങളിൽ കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, ദേശത്തിനു വേണ്ടിയാകട്ടെ, സമൂഹത്തിനാകട്ടെ, അനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. ആവശ്യമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സ്വയം നമ്മുടെ പ്രാർത്ഥനയെ ഒന്ന് ശോധന ചെയ്തു വിലയിരുത്തി, ദൈവവചന പ്രകാരം ഒന്ന് വിലയിരുത്തി, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. അപ്പൊ പ്രാർത്ഥന വളരെ ഫലിക്കും. എങ്ങനെ പ്രാർത്ഥിച്ചാൽ? നീതിമാനായിട്ട് ശ്രദ്ധയോടുകൂടെ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വളരെ ഫലിക്കും. ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി ചില നീതിമാന്മാർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് നിന്റെ കുടുംബം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അനേക നീതിമാന്മാർ ഇതുപോലെ ശ്രദ്ധയോടുകൂടെ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥത അണച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലൊക്കെയും ചില നീതിമാന്മാർ ശ്രദ്ധയോടുകൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ആ ഫലമാണ് ഇന്നത്തെ നമ്മുടെ നിലനിൽപ്പ്. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ നമുക്കൊക്കെ മുൻകാല സഭകളിലൊക്കെ സാക്ഷ്യം പറയുമ്പോൾ പറയാറുള്ള ഒരു പദമാണ്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഇടയിൽ ഒരു മുഖ്യ സ്ഥാനമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവസഭകളിൽ മുഖ്യ സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഹന്തിയുടെയും ഒക്കെ അനേക കാര്യങ്ങൾ ദൈവസഭയിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ തള്ളിക്കളയുകയായിരുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് എന്തെന്ന് പോലും അറിയാത്തൊരു നിലയിലെത്തിയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥന ഒരു ഫാഷൻ കളിയല്ല. പ്രാർത്ഥന അതറിഞ്ഞവർക്കേ അതിൻ്റെ മഹത്വം മനസ്സിലാകത്തുള്ളൂ. പുറമേ നിന്ന് നോക്കുന്നവർക്കോ പുറമേ നിന്ന് കുറ്റം പറയുന്നവർക്കോ ഒന്നും പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അനേകരുണ്ട്. എന്നാൽ അവരൊക്കെ ഓർത്ത് സഹതാപമല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്. ഇവിടെ വചനത്തിൽ പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. പ്രൈസ് ഗോഡ്. വളരെ ഫലിക്കും. ശ്രദ്ധയോടെ നീ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതെന്തോ ചെയ്യുമെന്നാ പറയുന്നേ, അത് വളരെ ഫലിക്കും. അപ്പൊ പ്രാർത്ഥന ഫലിക്കുന്നത് പോലെ മറ്റൊന്നും ഫലിക്കത്തില്ല. പ്രാർത്ഥന ഫലിക്കുന്നത് പോലെ ഒരു പക്ഷേ മരുന്ന് ഫലിച്ചെന്ന് വരത്തില്ല. ഒരു പക്ഷെ നിന്റെ പണം ഫലിച്ചെന്ന് വരത്തില്ല. പണം പരാജയപ്പെടുന്ന ഇടത്ത്, അല്ലെങ്കിൽ അധികാരങ്ങൾ പരാജയപ്പെടുന്ന ഇടത്ത്, അല്ലെങ്കിൽ പ്രൈസ് ഗോഡ് സ്വാധീനങ്ങൾ പരാജയപ്പെടുന്ന ഇടത്ത് പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് പ്രാർത്ഥനയുടെ അപ്പോസ്തലനായ യാക്കോബ് ഇവിടെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. പ്രാർത്ഥന വളരെ ഫലിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നീതിമാനായിരുന്ന് പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം, ഒരു പ്രാർത്ഥന മനുഷ്യനെ ഇവിടെ യാക്കോബ് എടുത്തു കാണിക്കുകയാണ്. അതാരാണ്? 17-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഏലിയാവിനെ പഴയ നിയമ ചരിത്രത്തിൽ നിന്നും ഒരു പ്രാർത്ഥനാ മനുഷ്യനെ അടർത്തിയെടുത്തുകൊണ്ടുവന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് കൂടുതലായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ അത് കോട്ട് ചെയ്ത് എഴുതുകയാണ്. യാക്കോബ് പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മറ്റു വിശേഷതകളൊന്നും ഏലിയാവിനില്ല, നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഏലിയാവിനെ വ്യത്യസ്തനാക്കിയതുണ്ടായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല.
ഇപ്പോൾ നോക്കണം, ഏലിയാവ് ഒരു നോർമൽ മനുഷ്യനായിരുന്നെങ്കിലും ഏലിയാവിനെ വ്യത്യസ്തനാക്കി തീർത്തത് എന്തായിരുന്നു? പ്രാർത്ഥനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലൂടെ ആർജിച്ചെടുത്ത കരുത്തായിരുന്നു. എന്തായിരുന്നു തൻ്റെ ജീവിതത്തിൽ ആ ഏലിയാവിലൂടെ വെളിപ്പെട്ടത്? അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചെന്നാ പറയുന്നത്. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും 3.5 വർഷം ദേശത്ത് മഴ പെയ്തില്ല. അപ്പൊ പ്രാർത്ഥിച്ച ഏലിയാവിന് പ്രകൃതി ശക്തികളുടെ മേൽ പോലും അധികാരമുണ്ടായി. 3.5 വർഷം ദേശത്തെ മഴയെ പിടിച്ചടക്കുവാൻ. ദേശത്ത് ജാതീയ വ്യാപാരങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, സത്യദൈവത്തിൽ നിന്ന് ജനം അകന്ന് ലഭിക്കുന്ന നന്മകളൊക്കെയും ഞങ്ങൾക്ക് മറ്റുള്ള ഈ ലോകത്തിന്റെ ആരാധനകളിലൂടെ ആണ് ലഭിക്കുന്നതെന്ന് പോലും ജനം വിശ്വസിച്ചു തുടങ്ങിയ കാലത്ത് സത്യവിശ്വാസത്തെയും സത്യദൈവത്തെയും വെളിപ്പെടുത്തുവാൻ അതിനെതിരെ പ്രാർത്ഥിച്ച ദൈവമനുഷ്യനായിട്ടുള്ള ഏലിയാവ്. ഇവിടെ ഏലിയാവ് പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ പ്രാർത്ഥന ഒരു മാധ്യമമാണ്. വലിയ കാര്യങ്ങൾ പോലും ദൈവത്തോട് അപേക്ഷിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു മാധ്യമം അത്രേ പ്രാർത്ഥന. ഇവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? 3.5 വർഷം പ്രകൃതി ശക്തിയുടെ മേൽ ഒരു വലിയ അധികാരം ദൈവം ഏലിയാവിന് കൊടുക്കുക. അത് മാത്രമല്ല, ദേശത്ത് മഴ പെയ്തില്ല. 18-ാം വാക്യം, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല, പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞു. ദേശത്ത് 3.5 വർഷം ആ പ്രാർത്ഥനയുടെ ശക്തി നിലനിന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും തീർന്നു പോകുന്നതല്ല. നീതിമാനായ ദൈവജനത്തിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ശക്തി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൈവശക്തി അത്രേ. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ മഹത്വം എന്തെന്ന് നാം മനസ്സിലാക്കുക. അത് ഒരു സീസൺ കൊണ്ട് തീർന്നു പോകുന്നതല്ല. നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലായിരുന്നാൽ നിനക്ക് ദൈവം നൽകുന്ന ശക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ വർഷങ്ങൾ നിന്റെ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ നീണ്ടു നിലനിൽക്കത്തക്ക നിലയിൽ ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മേൽ പകരും. പ്രൈസ് ഗോഡ്. നമ്മെ പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, ഇവിടെ മറ്റൊരു വിഷയം പറയാണ്, വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഏലിയാവ് ആദ്യത്തെ പ്രാർത്ഥന കൊണ്ട് തന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ല. ഇതിന്റെ ചരിത്രവശങ്ങൾ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പൊ ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നിന്റെ പ്രാർത്ഥനാ ജീവിതം പൂട്ടിക്കെട്ടി വെക്കാനുള്ളതല്ല. നീ ഇന്നു മുതൽ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വീണ്ടും ചില കൊയ്ത്ത് നിന്റെ ജീവിതത്തിൽ നടക്കും. വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വീണ്ടും ധാന്യം വിളഞ്ഞു, വീണ്ടും മഴ പെയ്തു, വീണ്ടും അനുഗ്രഹങ്ങൾ ഉണ്ടായി, വീണ്ടും നന്മയുണ്ടായി. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒതുക്കി വച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിർവിചാരത്വത്തോടെ നീ തള്ളിക്കളഞ്ഞ നിന്റെ പ്രാർത്ഥനാ ജീവിതം, 3.5 വർഷത്തിന് ശേഷം അതേ പ്രാർത്ഥനാ ജീവിതം ഏലിയാവ് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രൈസ് ആകാശത്ത് നിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പോ പുതിയ നന്മകൾ വിളയിപ്പിച്ചു നൽകുന്ന ഒന്നത്രേ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇല്ലാത്ത ഇതിനെ ആകാശം പോലും തുറന്ന് അവന്റെ മേൽ അത് മഴയായി പെയ്തിറങ്ങി. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിലെത്തി അത് ദൈവിക അനുഗ്രഹങ്ങളായി നമ്മുടെ മേൽ പെയ്തിറങ്ങുന്ന സ്വർഗീയ നന്മകൾ നമ്മുടെ അകത്ത് കിളിർത്തു വരുന്ന, പുതിയ നാമ്പുകൾ നമ്മുടെ അകത്ത് പൊട്ടിക്കിളിർക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥനയുടെ അനുഭവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെ തഴഞ്ഞിടാനല്ല, വീണ്ടും ഉപവസിക്കുക, വീണ്ടും ആരാധിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ നാം ഒക്കെ ക്ഷീണിച്ച് മടുത്തു പോകാറുള്ളവരാണ്. അനേക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ശുശ്രൂഷകന്മാർ അവരുടെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ മടുത്തു പോകാറുണ്ട്.
ക്ഷീണിച്ചു പോകാറുണ്ട്. അയ്യോ, എനിക്കിനി ഇതൊന്നും വേണ്ട, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെയും പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയുടെ ഗൗരവം പോലും നഷ്ടപ്പെടുത്തിയ, പ്രാർത്ഥന അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ആത്മീയ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നീ ആ അഭിഷേകത്തിന്മേൽ വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും ഉപവസിക്കുക, വീണ്ടും കണ്ണുനീരൊഴുകുക. പ്രൈസ് ഗോഡ്. വീണ്ടും നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ 3.5 വർഷത്തിന് ശേഷം ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി തീർന്നു പോയതായിട്ടല്ല അവിടെ വായിക്കുന്നത്. 3.5 വർഷത്തിന് ശേഷം ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ആകാശം തുറന്ന് മഴ പെയ്ത് അവിടെ കൊയ്ത്തും വിതയും കൊയ്ത്തും ഉണ്ടാകുകയാണ്. അവിടെ ഭൂമിയിൽ നിന്ന് ധാന്യം വിളഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ദിവസങ്ങൾ ഡ്രൈ പോലെ ആയിരിക്കുന്ന നിന്റെ ജീവിതമേ, ദിവസങ്ങൾ നിന്റെ ജീവിതത്തിനകത്തൊരു ചില വിളവുകൾ നടക്കാൻ, ദൈവികമാകുന്ന പ്രോസസ്സിംഗ് നടക്കാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഏതാണോ നീ വിട്ടുകളഞ്ഞിരിക്കുന്നത്, അയ്യോ എനിക്കിത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാണ്, ഏത് മേഖലയിലാണോ നിങ്ങൾ അധികം പരാജയപ്പെട്ടെന്ന് നിങ്ങളെ തന്നെ കൊണ്ട് വിധി എഴുതിയിരിക്കുന്നത്, ആ മേഖലയിൽ ഈ ദിവസങ്ങളിൽ നീ വീണ്ടും പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഈ ദിവസങ്ങളിൽ ഒരു വലിയ കൊയ്ത്ത് നടക്കുവാൻ പോവുകയാണ്. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ കൊയ്ത്തിന്റെ അനുഭവം ദേശത്ത് നടന്നു. ഒരു വലിയ മഴയുടെ അനുഭവം ദേശത്ത് നടന്നു. ആഹാബ് പോലും പരാജയപ്പെട്ടു. ഇസബേലിന്റെ ശക്തികൾ പരാജയപ്പെട്ടു. ബാലിന്റെ പ്രവാചകന്മാർ പരാജയപ്പെട്ടു. അതേ ദൈവസഭയെ നീ വീണ്ടും പ്രാർത്ഥിച്ചാൽ അന്ധകാര ശക്തികൾ പരാജയപ്പെടും, ഇസബേലിന്റെ ശക്തികൾ പരാജയപ്പെടും. ഇന്ന് നിന്റെ മുന്നിൽ വെല്ലുവിളികളായി നിൽക്കുന്ന വെല്ലുവിളികൾ യേശുവിൻ നാമത്തിലഴിയും. വീണ്ടും പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഇനി നമ്മുടെ മുന്നിൽ നമുക്ക് ജയിക്കുവാനുള്ളൂ. വീണ്ടും പ്രാർത്ഥിക്കുക. ഈ കൊറോണ കാലത്ത്, ഈ പേമാരിയുടെ കാലത്ത്, ഈ പ്രതിസന്ധിയുടെ കാലത്ത്, ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ സമയത്ത്, സഭകളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ, എല്ലാ വാതിലും നമ്മുടെ മുന്നിൽ അടയപ്പെട്ടിരിക്കുമ്പോൾ, ദൈവസഭയെ നമുക്ക് ചെയ്യുവാൻ ഇനി ഒന്നേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. നീ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഈ ദിവസങ്ങളിൽ വീണ്ടും ചെയ്യുവാൻ ചെയ്യുക. ചില അഭിഷക്തന്മാരോട് ദൈവം പറയുന്നു, നീ നിസാരമെന്ന് സ്റ്റോപ്പാക്കി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ നിനക്ക് ദൈവം തന്ന ചില താലന്തുകളായിരിക്കാം. ആ താലന്തുകളെ വീണ്ടും നീ പൊടിതിട്ട് എടുക്കുക. അതിൽ വീണ്ടും നീ ഒന്ന് തിരിച്ചു വരിക. ഒരുപക്ഷെ എഴുതുന്ന ഒരു കഴിവായിരിക്കാം ദൈവം നിനക്ക് തന്നിട്ടുള്ളത്. ഒരുപക്ഷെ ശുശ്രൂഷിക്കുന്ന ഒരു കഴിവായിരിക്കാം. എന്നാൽ ഈ ദിവസങ്ങളിൽ അത് പിശാചി നിമിത്തം നീ പൊടിതട്ടി വെച്ച്, നീ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ആത്മീയ കഴിവുകളെ ഈ ദിവസങ്ങളിൽ പിശാചിനോട് പോ എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളിൽ അതൊക്കെയും തിരിച്ചെടുത്ത് വീണ്ടും നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരു വലിയ മഹത്വം ഈ വചനത്തിന്റെ പിന്നിൽ നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. വീണ്ടും പ്രാർത്ഥിക്കുക. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ശത്രു അവിടെ പരാജയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻ, അവന്റെ പ്രാർത്ഥന ഏതെങ്കിലും ഒരു കാലഘട്ടം കൊണ്ട് മാത്രം തീർന്നു പോകുന്നതല്ല, മരണം വരെയും നമ്മുടെ ജീവിതത്തിൽ തുടരുന്ന ഒരു ആത്മീയ അനുഭവം അത്രേ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മറ്റുള്ള ആത്മീയ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതകാലത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മെ വിട്ടുപോയാലും ഒരു ആത്മീയ ഭക്തന്റെ മരണം വരെ അവനെ പിന്തുടർന്നു എന്നത്രേ പ്രാർത്ഥനയാ. ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ദിവസങ്ങളിൽ തിരിച്ചറിയുവാൻ, ആ പ്രാധാന്യത്തിലേക്ക് ദിവസങ്ങൾ മടങ്ങി വരുവാൻ ഈ കേൾക്കുന്ന നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, 3.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താൻ പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഒരു കൊയ്ത്ത് ദേശത്ത് നടന്നതുപോലെ ഈ ദിവസങ്ങളിൽ ഇത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന പിരീഡത്രേ. പ്രൈസ് ദി ലോർഡ്. ഇത് കഷ്ടതയുടെ സമയമത്രേ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അതെ, ഇത് ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകളത്രേ. ദൈവസഭയുടെ, ദൈവദാസന്മാരുടെ, ദൈവജനത്തിന്റെ കഷ്ടതയുടെ നാളുകളിൽ പ്രാർത്ഥനയോടുകൂടെ തുടരാൻ നിന്റെ ജനത്തെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവിടെ നിന്ന് സഹായിക്കണമേ. പ്രൈസ് ഗോഡ്. അവരുടെ ജീവിതത്തിൽ അവരൊതുങ്ങിപ്പോയ അനേക മേഖലകളുണ്ട്. ഈ ദിവസങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുക എന്നൊരാഹ്വാനം അടിയനയച്ചു പ്രാർത്ഥിക്കുന്നു. വീണ്ടും ചിലർ ഉപവസിക്കട്ടെ, വീണ്ടും ചിലർ പ്രാർത്ഥിക്കട്ടെ, വീണ്ടും ചിലർ കണ്ണുനീരൊഴുക്കട്ടെ, വീണ്ടും ചിലർ ദൈവത്തിന് വേണ്ടി ശക്തരായി തീരട്ടെ. പ്രൈസ് ഗോഡ്. അവരെ അശക്തീകരിക്കുന്ന മേഖലകളുണ്ട്. അവറ്റകൾ യേശുവിൻ നാമത്തിൽ നീങ്ങി അവർ ധൈര്യമുള്ളവരായി തീരട്ടെ. ഈ ദൈവത്തിന്റെ വചനം ഈ മാധ്യമത്തിലൂടെ ആരൊക്കെ കേൾക്കുന്നു, എവിടൊക്കെ ചെന്ന് പതിക്കുന്നു,
അവരുടെ ഈ ജീവിതത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ ഈ ദിവസങ്ങൾ ഉണ്ടാകാൻ, അവർ ഈ ദൈവവചനത്തോട് പ്രതികരിക്കുന്നവരായി തീരാൻ, അവർ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് കടന്നു വരത്തക്ക നിലയിൽ ദൈവം ഈ സന്ദേശത്തെ ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിലൂടെ ആയിരക്കണക്കിന് ജനത്തിന്റെ അടുക്കലേക്ക് അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ ഏകാന്തതകളിൽ പ്രാർത്ഥനയിലുള്ള ജയത്തെ ഏറ്റെടുക്കുവാൻ അവിടെ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ. അങ്ങനെയുള്ള ഒരു സഭയെ പടുത്തുയർത്തുവാൻ അഭിഷക്തന്മാരെ അവിടെ നിന്ന് സഹായിച്ചാട്ടെ. ഈ ദിനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥനയെ തുടരാം. വീണ്ടും ആമേൻ പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി തീരാം. ഈ ദൈവവചനം ആമേൻ നിങ്ങൾക്കൊരു അനുഗ്രഹമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആമേൻ. ഇത് ദൈവനാമം മഹത്വം പെടട്ടെ. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.